ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ. നമ്മളെ വീട്ടിലെ സാധനങ്ങളൊക്കെ കേടായി പോവാതിരിക്കാൻ എങ്ങനെ നമുക്കത് സൂക്ഷിച്ച് വെക്കാം, പിന്നെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ നാശാവാതെ സൂക്ഷിച്ച് വെക്കാം എന്നൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ ധാന്യങ്ങളിലൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചെള്ള് വരിക. ചെള്ള് തന്നെയാണ് എല്ലായിടത്തും പറയുന്നത് വിചാരിക്കണം. ഒരു കറുത്തിട്ടുള്ള ഒരു ജീവിയില്ലേ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചെയ്യണത് മുരിങ്ങക്കായ. നമ്മൾ ഈ സമയത്ത് വളരെയധികം മുരിങ്ങക്കായ ഉണ്ടാവുന്ന സമയമാണ് കേട്ടോ. ഇതിനിപ്പോൾ വളരെ വിലക്കുറവുമാണ്. അപ്പം നമുക്ക് ഇത് വളരെയധികം കിട്ടുമ്പോൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നെയും ബാക്കി ഉണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ നന്നാക്കി എടുത്തിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ചെറുതാക്കി മുറിച്ച് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇതൊരു 2-3 മാസം ഒരു കേടും കൂടാതെ ഇരുന്നോളും. നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ടാൽ മാത്രം മതി. ഞാൻ കഴിഞ്ഞ കൊല്ലം ഏകദേശം ഞാൻ 2-3 മാസം മുരിങ്ങക്കായ ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റിനോ മണത്തിനോ ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. 2-3 കഷ്ണം സാമ്പാറിലിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ. നല്ല മഴയുള്ള സമയത്താണ് ഉപയോഗിച്ചിരുന്നത്. കണ്ടില്ലേ, ഫ്രീസ് ചെയ്ത് വെച്ചാലും നമ്മുടെ മുരിങ്ങക്കായ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. അധികമൊക്കെ കിട്ടുമ്പോൾ നമുക്കത് സൂക്ഷിച്ച് വെക്കാം ഇങ്ങനെ കേട്ടോ. പിന്നെ ഈ കാലത്ത് ഇഷ്ടം പോലെ മാങ്ങയും കിട്ടാനുണ്ടാവും. പച്ച മാങ്ങയായാലും പഴുത്ത മാങ്ങയായാലും. ഒരു വീട്ടിൽ നിന്ന് പഴുത്ത മാങ്ങ ഒരു കവർ കൊടുന്ന് തന്നാൽ വേറെ വീട്ടിൽ നിന്ന് ഇതേപോലെ ഒരു കവർ വേറെ കൊടുന്ന് തരട്ടെ. ഇവിടെ ഇഷ്ടം പോലെ മാങ്ങ കിട്ടാനുണ്ട്. എല്ലായിടത്തും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അപ്പം മാങ്ങ കൂടുതലായിട്ട് കിട്ടുമ്പോൾ പഴുത്തത് അത്യാവശ്യം നമ്മൾ കഴിച്ചാലും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നന്നാക്കി എടുത്തിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് നന്നായി ഇതുപോലെ അടിച്ചു വെക്കുക. വെള്ളം ഒഴിക്കേണ്ട, പഞ്ചസാര ഇടണ്ട, ഒന്നും ഇടണ്ട. നന്നായി അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഐസ് ട്രേയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല കട്ടയായിട്ട് ഇതുപോലെ കിട്ടും. അതൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. ഇതിന്ന് 2-3 പീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ജ്യൂസ് നന്നായിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. ഒരു പക്ഷേ അവർ ഇതുപോലെ ഫ്രീസ് ചെയ്ത കഷ്ണങ്ങൾ മാത്രം എടുത്ത് കഴിച്ചോളും. ഒരുപാട് മാങ്ങ കിട്ടുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടം പോലെ നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. മാങ്ങ ഇല്ലാത്ത കാലത്തൊക്കെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് ആ സമയത്ത് ജ്യൂസ് കുടിക്കാനായിട്ട് പറ്റും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 2-3 കഷ്ണം എടുത്തിട്ട് പഞ്ചസാരയും വെള്ളവും വെച്ചിട്ട് ആവശ്യത്തിനുള്ള ജ്യൂസ് ഉണ്ടാക്കി പെട്ടെന്ന് അവർക്ക് കൊടുക്കാം. എന്തായാലും ഇവിടെ അത് കുറേ ദിവസത്തിനൊന്നും ഇരിക്കില്ല കേട്ടോ. കുട്ടികൾ ആവശ്യത്തിന് എടുത്തിട്ട് അവർ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് അവർ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങയും ഏകദേശം കഴിയാറായി തുടങ്ങിയിട്ടുണ്ടാവും. പച്ചമാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ തോലെല്ലാം കളഞ്ഞ് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. മാങ്ങ ഇല്ലാത്ത കാലത്തൊക്കെ ഉപയോഗിക്കാം. അത്യാവശ്യമൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ മാങ്ങ ഇല്ലാത്ത കാലത്തൊക്കെ നന്നായി ഉപയോഗിക്കാം. ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. കുറേയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അച്ചാറിട്ട് സൂക്ഷിക്കാം, അതുപോലെ ഉണക്കി സൂക്ഷിക്കാം. ഇതുപോലെയൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് കറിയിലേക്ക് ഉപയോഗിക്കാൻ നല്ലതായിരിക്കും. കറി വെക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആവശ്യത്തിനുള്ളത് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഓരോന്നും നമുക്ക് പെട്ടെന്ന് അടത്തിയെടുക്കാം. കണ്ടില്ലേ, കഷ്ണത്തിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ടേസ്റ്റിനും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇഷ്ടം പോലെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന സംഭവമാണ് നമ്മുടെ ഇരുമ്പൻപുളി. ഇതും അതുപോലെ നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം കേട്ടോ. ഉള്ള സമയത്ത് ഒരു വില ഉണ്ടാവില്ല, ഇല്ലാത്ത സമയത്ത് 2 കഷ്ണം കിട്ടിയെങ്കിൽ, മീനൊക്കെ കിട്ടുമ്പോൾ 2 കഷ്ണം കിട്ടിയെങ്കിൽ എന്ന് വിചാരിക്കും. അതും ഇതുപോലെ നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. ഒരു കേടും വരില്ല. കറിയിലിടാനായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു കളറിനൊരു വ്യത്യാസമൊക്കെ പോലെ തോന്നും, പക്ഷേ കേടൊന്നും ആയിട്ടുണ്ടാവില്ല, ഒരു കേടുണ്ടാവില്ല. പക്ഷെ കറിയിലിട്ട് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഇട്ട പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. പരിപ്പ് ഇരുമ്പൻപുളി, അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ ഇരുമ്പൻപുളി, അതൊക്കെ വെക്കാനായിട്ട് പറ്റും. ഇരുമ്പൻപുളി ഇല്ലാത്ത സമയത്ത് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിട്ടാ. അതുപോലെ തന്നെ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് അത്യാവശ്യം നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം പിന്നെയും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഇതുപോലെ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചാൽ മതി. ഒരു 3 ആഴ്ചയോളം ഇത് ഒരു കേടും വരാതിരിക്കും. ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്തോ പച്ചക്കറി വെക്കുന്ന സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നീരൊക്കെ പെട്ടെന്ന് വറ്റിപ്പോവും. ഇതുപോലെ ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ 2-3 ആഴ്ചയോളം ഒരു കേടും വരില്ല കേട്ടോ. ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു വാടിയ പോലെ ഉണ്ടാവും കേട്ടോ. വാടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ തോന്നും, പക്ഷെ വേവിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളെ കൊള്ളി ഫ്രഷ് ആയിട്ട് എങ്ങനെ കിട്ടണം അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്ത് നോക്കുക. പിന്നെ അരി കുറേയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ അരി നമ്മൾ ഉപയോഗിക്കുന്നില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ അത് സൂക്ഷിച്ച് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, കേടാവാതെ സൂക്ഷിച്ച് വെക്കണം, ചെള്ള് വരാതെ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് 2-3 വെളുത്തുള്ളി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തോലൊന്നും കളയണ്ട. ഇതുപോലെ ഒരു വെള്ള തുണി, വൃത്തിയുള്ള തുണിയിൽ അതിങ്ങനെ കിഴി പോലെ കെട്ടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് ചതയ്ക്കുക. അധികം ചതയ്ക്കേണ്ട.
2-3 കുത്തു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അരിയിലേക്ക് ഇട്ട് വെക്കുക. ചെള്ള് തീരെ വരില്ല കേട്ടോ. പിന്നെ ചെള്ള് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ചെള്ളൊക്കെ ചത്തതായിട്ട് കാണാം. അംഗൻവാടിയിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി പറഞ്ഞു തന്നതാണ് കേട്ടോ ഈ ടിപ്പ്. ഞാനിത് ചെയ്ത് നോക്കുമ്പോഴും കറക്റ്റാണ്. ചെള്ള് വന്ന് തുടങ്ങിയ അരിയിൽ ഇതുപോലെ ഇട്ട് വെച്ചപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും ആ ചെള്ളൊക്കെ ചത്ത് കണ്ടു. പുതുതായിട്ടൊന്നും വന്നതും കണ്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ അരിയൊക്കെ കിട്ടുമ്പോൾ നാശാവാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അടുത്തത് എല്ലാവർക്കും അറിയണ ഒരു ടിപ്പ് തന്നെയായിരിക്കും. നമ്മുടെ മീനൊക്കെ അധികമായിട്ട് കിട്ടുമ്പോൾ നല്ല ഫ്രഷ്നെസ് പോവാതിരിക്കാനും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരാതിരിക്കാനും അത് വൃത്തിയാക്കിയതിന് ശേഷം അത് മുങ്ങണ രീതിയിൽ വെള്ളം വെച്ചാൽ മതി. എന്നിട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ മീൻ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് പരീക്ഷിച്ച് വിജയിച്ചതാണ് കേട്ടോ. ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ചെങ്കിലും ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളത് ടിന്നിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ അതൊന്ന് തണുത്ത പോലെ ഉണ്ടാവും. അതില്ലാതിരിക്കാനും എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് ബിസ്ക്കറ്റ് ഇങ്ങനെ ഇരിക്കാനും വേണ്ടിയിട്ട് ഒരു ടിപ്പുണ്ട്. ബിസ്ക്കറ്റ് നമ്മൾ ഇതുപോലെ ടിന്നിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ ഇട്ട് വെക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാര, ഒരു 1/4 സ്പൂണൊന്നും വേണ്ട, അതിനും കുറവ് മതി, അത് ആ ബിസ്ക്കറ്റിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുക. ബിസ്ക്കറ്റ് കവർന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ കഴിക്കില്ല, അതുപോലെ തന്നെ ഉണ്ടാവും. അതേ ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ ബിസ്ക്കറ്റിന്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയ ഒരു പാത്രത്തിൽ ഇടുക. എന്നിട്ട് കുറച്ച് പഞ്ചസാര, വളരെ കുറച്ച് മതി, അത് അതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കുക. പഞ്ചസാര ഇട്ട് വെച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ ബിസ്ക്കറ്റ് പൊട്ടിച്ച് കാണിക്കുന്നത്. നമ്മുടെ പരിപ്പ്, പയർ, കടല ഇതൊക്കെ നാശാവാതിരിക്കാനും ഒരുപാട് കാലം സൂക്ഷിക്കാനും ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മുടെ വെളുത്തുള്ളി പ്രയോഗം തന്നെയാണ് കേട്ടോ. ഒരു വെളുത്തുള്ളി എടുക്കുക, ഒരു വെളുത്തുള്ളിയുടെ അല്ലി എടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയതിന് ശേഷം ഇതിൽ താത്തി വെച്ച് കൊടുക്കുക. ചെള്ളൊന്നും വരാതെ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാം. ഇനി നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പോൾ ചെള്ള് വന്ന് തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ വെളുത്തുള്ളി ഒന്നും ഇട്ട് വെച്ചിട്ടില്ല, ചെള്ള് ചെറുതായി വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 2 വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ആ ചെള്ള്, അതിലുള്ള ചെള്ള് ചത്ത് കിടക്കുന്നതായിട്ട് കാണാം 2 ദിവസം കഴിഞ്ഞാൽ കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കേടും വരില്ല. ഏകദേശം 1 കൊല്ലം കഴിഞ്ഞാലും നമ്മൾ വെച്ചാൽ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഫ്രീസറിലല്ല, അടിഭാഗത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഇതുപോലെ ആട്ടിയൊക്കെ വെക്കുന്ന സമയമാണ് ഇപ്പോൾ. വേനൽക്കാലമല്ല, മഴക്കാലത്തേക്ക് ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സമയമാണ്. അപ്പോൾ അത് നാശാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 കുരുമുളക് ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചാൽ മതി. ഒരുപാട് കാലം കേടുകൂടാതിരിക്കും. ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാറമണം വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ ഇതുപോലെ കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ കാറമണമൊന്നും ഉണ്ടാവില്ല. അതില്ലെങ്കിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പില്ലേ, കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ കല്ലുപ്പ് ഞാൻ ഇടാറില്ല, കാരണം നമ്മൾ തലയിൽ തേക്കാൻ കൂടിയിട്ട് എടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് ഇടാറില്ല. ഉപ്പ് ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ വെളിച്ചെണ്ണ കാറമണം ഇല്ലാതെ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഉണക്കമുളക് പെട്ടെന്ന് കേടാവുന്ന ഒരു സാധനം തന്നെയാണ്. നമ്മൾ നന്നായി ഉണക്കി സൂക്ഷിച്ചാലും, ഇനിയിപ്പോൾ മഴക്കാലമല്ലേ വരുന്നത്, അത് പെട്ടെന്ന് കേടാവാനുള്ള സാധ്യത ഉണ്ട്. അതില്ലാതിരിക്കാനും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും നമ്മുടെ ഉണക്കമുളക് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മളെ ഫ്രീസറിൽ വെച്ചാൽ മതി. ഒരു കേടും ഉണ്ടാവില്ല, നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. നമ്മൾ എപ്പോൾ എടുത്താലും അത് ഫ്രഷ് ആയി തന്നെ ഇരിക്കുന്നുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ. ഫ്രീസറിൽ സ്ഥലമില്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ആ സൈഡിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഉണക്കമുളക് കേടാവാതെ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. പിന്നെ നമ്മളെ വേപ്പിൻ്റെ ഇല അതെ, നമ്മളിതുപോലെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി കിട്ടിക്കഴിഞ്ഞാൽ നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു ടിന്നിലാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ 1 മാസം വരെയും ഒരു കേടും ഉണ്ടാവില്ല. ഫ്രഷ് ആയിട്ടുള്ള വേപ്പിൻ്റെ ഇല നമുക്ക് എപ്പോഴും കിട്ടും. അതുപോലെ തന്നെ മല്ലിയില നമുക്ക് എപ്പോഴും വാങ്ങാനായിട്ട് പോകാനായിട്ട് പറ്റില്ല. മല്ലിയിലയും വേപ്പിൻ്റെ ഇലയൊന്നും. മല്ലിയിലയും അത് നന്നായി കഴുകിയതിന് ശേഷം ചെറുതാക്കി നുറുക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി അടച്ച് വെച്ച് കഴിഞ്ഞാലും 2-3 ആഴ്ച കേടുകൂടാതെ തന്നെ ഇരിക്കും. നമ്മൾ കറിയിലേക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഒന്ന് തൂവി കൊടുത്താൽ മതി. ഇനിയും ഇതുപോലെ ഒരുപാട് ടിപ്പുകളുണ്ട് ഫുഡൊക്കെ നാശാവാതിരിക്കാനായിട്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.